ചേച്ചി അയാൾ എനിക്ക് പണം കടന്നു തന്നെ. എടാ, ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വിശാലെ അവളും കാണും മുമ്പ് അയാളെ പറഞ്ഞു വിടാൻ നോക്കുന്നേ. ഇയാൾ എന്തിനോട് ഇങ്ങോട്ട് കയറി വന്നു? നിനക്ക് കടം തന്ന കാശ് തിരികെ വാങ്ങിക്കാൻ. ഇടോ, അത് ഞാൻ തരുമല്ലോ. അതിന് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? ദേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ ഇങ്ങനെ തരാന്ന് പറയുന്നല്ലാതെ ഒരു നടപടിയാകുന്നില്ലല്ലോ. ആ, മേഡം വന്നല്ലോ. മേഡം, ഞാൻ മേഡത്തിനെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്നെ എന്തിനാ കാണുന്നേ? മേഡത്തെ കണ്ട് സംസാരിച്ചാ മേഡം പണം തരാന്ന് പറഞ്ഞു. പാർവതി, ആരാ ഇയാള്? ഏത് പണത്തിന്റെ കാര്യമാ ഇയാള് പറയുന്നത്? എനിക്കറിയില്ല വിശാൽ സർ. മേഡം, അങ്ങനെ പറഞ്ഞ് എന്നെ കൈയൊഴിയരുത്. എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. അയ്യോ, എന്ത് കണക്കിലാ ഞാൻ തനിക്ക് പണം തരേണ്ടത്? എടോ, താൻ ആരാ? വെറുതെ വീട്ടിൽ കയറി വന്ന് പണം ചോദിക്കുന്നോ? തനിക്ക് ഏത് പണമാ വേണ്ടത്? സാറേ, എനിക്ക് എന്റെ പണം വേണ്ടത്. തന്റെ പണോ? താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയ. സാറേ, ഞാൻ ഈ നിൽക്കുന്ന പ്രതാപന് 30 ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തു. അതും ഇയാൾക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി. ഓരോ കളിയിൽ തോക്കുമ്പോഴും അടുത്ത കളിയിൽ തരാമെന്നും പറഞ്ഞ് ഇയാൾ ഓരോ തവണയും ലക്ഷങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത്. അവസാനം അത് കൂടിക്കൂടി 30 ലക്ഷമായി. ചോദിക്കുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. അവസാനം സഖി കേട്ട് ഞാൻ ഇവന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതാ. ഇവിടെ വന്ന് മേഡത്തോട് ചോദിച്ചാ മേഡം പണം തരുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മേഡത്തെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇവനോട് ഞാനിപ്പോഴും അങ്ങനെ പറഞ്ഞു? പ്രതാപ, നീ അങ്ങനെ ഇവനോട് പറഞ്ഞോ? എന്റെ ചേച്ചി, ഞാൻ പ്രതാപ, നീ ഇങ്ങനെ കല്ലുപോലെ നിൽക്കാതെ നടന്ന കാര്യം സാറിനോടും മേഡത്തോടും പറഞ്ഞ് എനിക്ക് എന്റെ കാശ് വാങ്ങിച്ചതാ. നിങ്ങളെ ഇയാള് പറയുന്നത് സത്യമാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഇയാള് പറയുന്നത് സത്യമാണോ എന്ന്? പ്രതാപ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ സാറ് ചോദിച്ചതിന് മറുപടി പറ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നീ കടം വാങ്ങുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട്, ഞാനത് കാണിച്ചു കൊടുക്കാം. സാറേ, ഞാൻ കാണിച്ചു തരാം വീഡിയോ. വേണ്ട. ഇയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ. ചീട്ട് കളിക്കാൻ വേണ്ടി തന്നെ ഇത് വാങ്ങിച്ചേ. കേട്ടില്ലേ? നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാ പുതിയ ബിസിനസ് ആവശ്യത്തിനാണെന്ന് കള്ളം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് അങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതെന്ന് അമ്മയ്ക്കറിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എടാ, കുടുംബം നശിപ്പിക്കാനുണ്ടായ കുലദ്രോഹി, നീ ചീട്ട് കളിച്ചുണ്ടാക്കി കടം തീർക്കാനാണോടാ നാണം കെട്ടവനെ? നീ എന്നെ കൊണ്ട് വിശാലിനോട് കടം മേടിപ്പിച്ചത്? അങ്കിൾ, നിങ്ങളെ ഞാനേ ഇങ്ങനെയല്ല കരുതിയത്. നന്മയുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ 30 ലക്ഷം രൂപ ഞാൻ സന്തോഷത്തോടെ എടുത്ത് തന്നത്. പക്ഷേ നിങ്ങൾ വെറും ദുഷ്ടനായിരുന്നു. ആരോടും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ആള്. നിങ്ങൾ ഒരുപോലെ എന്നെയും അമ്മയോ ചതിച്ചത്.
നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ പോണം. ഇവിടുത്തെ ഇഷ്യൂ കണ്ടില്ലേ? നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഇവൻ സ്വന്തം കുടുംബത്തെ പോലും ഒറ്റുകൊടുക്കുന്ന ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല സാറേ, ഇവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇവന്റെ വിധിയായിരിക്കും. പ്രതാപ, നിനക്ക് ഞാൻ 30 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിരിക്കും. ഇല്ലെങ്കിൽ നീ 2 കാലിൽ ഈ ഭൂമിയിൽ നടക്കില്ല. നീ ഓർത്തോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ശരി വേണം. പ്രതാപൻ സാറേ, പ്രഭാവതി അമ്മ സ്വന്തം ജീവനെ പോലെയല്ലേ നിങ്ങളെ കൊണ്ടു നടന്നിരുന്നേ? ആ അമ്മയെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടുണ്ടായിരുന്നോ? ഇതിപ്പോ അമ്മയ്ക്ക് വലിയ അപമാനമായി പോയല്ലോ. നിങ്ങൾക്ക് കടം തന്ന ആള് തക്ക സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങള് അമ്മയെ കൂടി കള്ളിയാക്കില്ലായിരുന്നോ? തൃപ്തിയായില്ലേ? എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? ചേച്ചി, നിന്നെ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. ചേച്ചി, ചേച്ചി, പോടാ. എന്താണ് നീ ചെയ്തത്? ചേച്ചി, ഏയ്, ചേച്ചി. എന്താ നീ ചെയ്തതെന്ന്? എല്ലാം നശിപ്പിച്ചു. അങ്കിളെ, എനിക്കിപ്പോ നിങ്ങളെ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലാനാ തോന്നുന്നത്. പക്ഷേ അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഞാൻ തല്ലുന്നത് പോലും ശരിയല്ല. അതുകൊണ്ട് മാത്രമാ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാത്തത്. ഇത്ര നാളും അമ്മ ഇയാളെ ഈ വീട്ടിൽ താമസിപ്പിച്ച് സ്നേഹത്തോടെ പരിരക്ഷിച്ചു. പക്ഷേ ഇനി ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ ഇവിടെ വച്ച് പുലർത്തുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ അമ്മ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്ത് ശിക്ഷ വേണമെന്ന് അമ്മ തന്നെ തീരുമാനിക്കണം. എന്തുകൊണ്ടാ മനുഷ്യൻ ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കുന്നത്? ഞാൻ പ്രതാപൻ അങ്കിളിനെ എത്രമാത്രം വിശ്വസിച്ചു. അയാളെ നന്മയുള്ള ഒരാളായിട്ടാ ഞാൻ കണ്ടിരുന്നത്. പണം എനിക്കൊരു വിഷയമേ അല്ല.
പക്ഷേ ഒരിക്കലും പണത്തിന് വേണ്ടി മറ്റൊരാളെ ഇങ്ങനെ ചതിക്കരുത്. അയാൾ എന്നെ മാത്രമല്ല ചതിച്ചത്, ആ പാവം പ്രഭാവതി അമ്മയെ വഞ്ചിച്ചില്ലേ? അമ്മ അയാളെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. സ്വന്തം അനിയൻ ജീവിതത്തിൽ നന്നായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ അയാളെ സഹായിക്കാനായി അമ്മ അയാൾക്ക് പണം കൊടുക്കാൻ പോയത്. പക്ഷേ അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. അമ്മയുടെ ആ സ്നേഹത്തിനും കരുതലിനും വിശ്വാസത്തിനും ഒന്നും അയാൾ വില കൊടുത്തില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ അയാൾ കൊത്തിയില്ലേ? അമ്മയ്ക്കിപ്പോ വലിയ വിഷമമായി കാണും. വിശാൽ സാറിന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ പ്രതാപൻ സാർ മാത്രമല്ല, പ്രഭാവതി അമ്മയും കൂടി ചേർന്നാണ് ഇങ്ങനൊരു ചതി നടത്തിയതെന്ന് വിശാൽ സാർ അറിയുന്നില്ലല്ലോ. എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. ആ പിശാച് മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വിശാൽ സാർ, നിങ്ങൾ ദൈവമെന്ന് കരുതുന്ന പ്രഭാവതി അമ്മ സത്യത്തിൽ ഒരു പിശാചാണ്. പണത്തിനും സ്വത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പിശാച്. അവരുടെ യഥാർത്ഥ മുഖം അധികം വൈകാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും. വിപിൻ സാറേ, സാറേ കുറച്ച് സമയത്തേക്ക് ഈ മൊബൈലിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ ആഹാരം ഒന്ന് കഴിച്ചേ. നിന്നോട് ആരാ ആഹാരം കൊണ്ട് ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞേ? സാറേ, സാറ് കുറെ നേരമായിട്ട് ഒന്നും കഴിക്കാതെ ഇവിടെ ഇരിക്കുവല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ആഹാരമായിട്ട് വന്നത്. എനിക്കിവിടെ ഈ മുറിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന ശീലമില്ലാന്ന് നിനക്കറിയില്ലേ? ഞാൻ എപ്പോഴും ടേബിളിൽ ഇരുന്നല്ലേ കഴിക്കാറ്. പിന്നെന്താ ഇപ്പൊ പുതിയ രീതി? ജോലി ചെയ്യുന്നതിനിടയിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചാ സാറ് വരില്ലല്ലോ. സാറേ, ആഹാരം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ല. വൃത്തിയുള്ള എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം, ഇവിടെ ഇരുന്നും കഴിക്കാം. എപ്പോഴും ഇങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞിരുന്നാ മാത്രം പോരാ സാറേ. ഇടയ്ക്ക് ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. അല്ല, ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ സാറിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ മുരിങ്ങക്കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. മുരിങ്ങക്കറിയോ? അതെ, ഇത് ബെസ്റ്റാ സാറേ. ഈ മുരിങ്ങക്ക ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന പോലൊന്നും അല്ല. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയത് പറയുന്നത് സാറേ, ഇതിന്റെ ഗുണങ്ങൾ അറിയാനേ ഇന്റർനെറ്റിലാന്ന് നോക്കിയാ മതി. ഞാനത് ഇന്റർനെറ്റിൽ നിന്നാ മനസ്സിലാക്കിയത്. ഒരു മുരിങ്ങക്കറി ഇതെല്ലാം ഇപ്പൊ ഇവിടെ നടത്തോണ്ട് പോയിക്കണം. നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ കള്ളം പറഞ്ഞ എന്നെ വിവാഹം കഴിച്ചത്, എന്നെ നീ ചതിച്ചതാ. അതുകൊണ്ട് എനിക്കൊരിക്കലും നിന്നെ ഈ ജീവിതത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു നിർണായക ഘട്ടത്തിൽ എനിക്ക് നിന്റെ കഴിച്ച് താലി കെട്ടേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്കൊപ്പം കഴിയുന്നതിന്. അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പ്രഭാവതി,
നിനക്കൊപ്പം എന്നും താങ്ങായും തുണയായും നിന്നവനല്ലേ നിന്റെ അനിയൻ? എന്നിട്ട് എന്തുകൊണ്ട് നീ നിന്റെ കൂടപ്പിറപ്പിനെ രക്ഷിച്ചില്ല? എന്തിനാ പ്രഭാവതി അവനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത്? അതും നീയായിട്ട് എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നീ അവനെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? അവനെ ഇവിടെ നിന്നും ഇറക്കി വിടാതെ നിവൃത്തിയില്ലായിരുന്നു. അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രഭാവതി ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അവനെ പോലെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ. പാർവതി അവളിവിടുത്തെ അടുക്കളപ്പുറത്ത് ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നാൽ വെറും ഒരു പട്ടിക്കാട്ട് പെണ്ണായിരുന്നു. പക്ഷേ ഇപ്പൊ അവള് വളർന്നു എനിക്കൊപ്പം എത്തിയിരിക്കുന്നു. എന്നെ പരാജയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അതോർക്കുമ്പോ നാണക്കേട് കാരണം എന്റെ തൊലി പൊളിയുക. ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനം അതൊരിക്കലും മറക്കാനാവുന്നതല്ല. എന്റെ പ്രതാപൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നത് എനിക്കൊരു ബലമായിരുന്നു. അവനിപ്പോ എന്നെ വിട്ടു പോകാൻ കാരണം ആ പാർവതിയാ. എന്നെ തോൽപ്പിച്ച അതേ നാണയത്തിൽ തന്നെയായിരിക്കും ഞാൻ അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. എന്റെ അനിയൻ അവള് കാരണം ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നെങ്കിൽ അവളുടെ അനിയത്തിയെ ആയുധമാക്കിയായിരിക്കും ഞാൻ അവളോട് പകരം വീട്ടുന്നത്. ഞാൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി വേദന ഞാൻ പാർവതിയെ അനുഭവിപ്പിച്ചിരിക്കും. എടാ, അവളുടെ കഥ കഴിഞ്ഞടാ. ഇവിടെ നടക്കുന്നത് അല്ലേ അമ്മ? ഇമ വെട്ടിത്തുറക്കുന്ന നേരത്തിനുള്ളിലല്ലേ അമ്മയുടെ വലം കൈയായിരുന്ന പ്രതാപൻ സാറ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? അമ്മയുടെ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്ന ജാസ്മിനും ഈ വീടിന് പുറത്തേക്ക് പോയി. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഇവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടമായിപ്പോയി അല്ലേ അമ്മ? വിജയിച്ചു എന്ന് കരുതി നീ അങ്ങ് അഹങ്കരിക്കണ്ട. ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. പ്രതാപനും ജാസ്മിനും ഇവിടുന്ന് പോയെന്ന് കരുതി ഞാൻ അടങ്ങുമെന്ന് നീ കരുതിയോ? ഇല്ലടി, എന്നെ ഒതുക്കാവുന്ന നീ കരുതണ്ട. നീ
നീ എനിക്കെതിരെ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിരിക്കും. പാർവതി, ദേ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. ഞാൻ വിചാരിച്ച നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ അത് കണ്ടോ? അറിയാം. വിശാൽ സാറിന് നിങ്ങളോടുള്ള അമിത സ്നേഹവും വിശ്വാസവും മുതലെടുത്ത് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാവത്തിനെ മറയാക്കിയാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിനകത്ത് ഓരോ ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതേടി, ഞാൻ അവനെ മറയാക്കി തന്നെയാ ഇവിടെ ഓരോന്നും ചെയ്യുന്നത്. നിനക്കതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അത് കാത്തിരുന്ന് കണ്ടാ മതി. വിശാൽ സാറിനെ മുന്നിൽ നിർത്തി നിങ്ങൾ എത്ര നാൾ രക്ഷപ്പെടുമെന്ന് എനിക്കറിയണം. നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ വിശാൽ സാർ അറിഞ്ഞാ അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വിശാൽ സാർ ആയിരിക്കും. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങളത് എങ്ങനെ മറക്കാനാ? പ്രഭാവതി അമ്മേ. എടീ,